ദക്ഷിണേന്ത്യയിലെ റെയിൽ ഗതാഗതത്തിന് കരുത്തു പകരുന്ന പദ്ധതിയാണ് നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത. നമ്മൾ കുറേ നാൾ കേൾക്കുന്നതാണ്. എത്രയോ കാലങ്ങളായി മലബാർ ആവശ്യപ്പെടുന്ന പദ്ധതിയാണ്. അതിൻ്റെ സർവേ നടപടികൾ പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിൽ പദ്ധതിക്ക് ജീവൻ വെച്ചിട്ടുണ്ട്. ഈ ബജറ്റിൽ നിലമ്പൂർ നഞ്ചങ്കോട് പാതയ്ക്ക് എന്തുണ്ട് എന്ന് മലബാർ മേഖല ഒന്നാകെ ചോദിക്കുന്നുണ്ട്. എന്തുണ്ടാകും? ഒരു നൂറ്റാണ്ടിലേറെയായുള്ള സ്വപ്ന പദ്ധതിയാണ് നിലമ്പൂർ നഞ്ചൻകോട് പാത. ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ ഇതിനായി പ്രത്യേക തുക അനുവദിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്, പ്രത്യേകിച്ച് വയനാട്ടുകാർ. വയനാടിൻ്റെ കൂടിയുള്ള ഒരു സ്വപ്ന പദ്ധതിയാണിത്. ഇതിൻ്റെ DPRും സ്ഥലനിർണയ പരിശോധനയും റെയിൽവേ ബോർഡ് നേരിട്ടാണ് നടപ്പിലാക്കുന്നത്. സാറ്റലൈറ്റ് സർവേയും അതോടൊപ്പം ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള സർവേയും പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ നടക്കുന്നത് ഉപരിതല സർവേയാണ്. നഞ്ചൻകോട് ഉൾപ്പെടെയുള്ള മേഖലയിൽ സർവേ പരിശോധന പൂർത്തിയായി കഴിഞ്ഞു. അതോടൊപ്പം ബന്ദിപ്പൂർ വനമേഖല കേന്ദ്രീകരിച്ച് ഹെലികോപ്റ്റർ സർവേയും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏകദേശം 120 വർഷങ്ങളോളമായി പ്രവർത്തനം ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പദ്ധതിയാണ്. അത് സംബന്ധിച്ച് നിരവധി പ്രവർത്തനങ്ങളും കഴിഞ്ഞ 120 വർഷത്തിനുള്ളിൽ നടന്നിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ 12 വർഷമായിട്ടാണ് സജീവമായ ഒരു ആവശ്യം ഈ പാതയ്ക്ക് വേണ്ടി ഉയർന്നു വന്നിട്ടുള്ളത്. കഴിഞ്ഞ 12 വർഷത്തെ ഞങ്ങളുടെ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം കൂടിയാണ് ഇപ്പോൾ സാഫല്യത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയുടെ DPRും ഫൈനൽ ലൊക്കേഷൻ സർവേയും പൂർത്തിയാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭൂതല സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി DPRും ഫൈനൽ ലൊക്കേഷൻ സർവേയും റെയിൽവേ ബോർഡിന് സമർപ്പിക്കുമെന്നും ഈ റെയിൽവേ ബജറ്റിൽ തന്നെ ആവശ്യമായ പണം അനുവദിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വയനാടിന് ഏറ്റവും വലിയ പ്രതീക്ഷയായി വരേണ്ടത് നമ്മളുടെ ഗതാഗത സൗകര്യമാണ്. രണ്ട് റീച്ചാണ്. വയനാടിന് താഴെ, ചുരത്തിന് താഴെ വരെ വരുന്ന റീച്ചും, ചുരം കഴിഞ്ഞ് ലക്കിടി മുതൽ മുത്തങ്ങ വരെയുള്ള ദേശീയപാതയുടെ വികസനമാണ്. പിന്നെ വയനാട് സ്ഥിരമായി നമ്മൾ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർവേക്കുള്ള തുക അനുവദിക്കുകയും സർവേ നടപടികൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പൂർത്തിയായത് സാറ്റലൈറ്റ് ഹെലികോപ്റ്റർ സർവേകളാണ്. ഇനി ഉപരിതല സർവേ പൂർത്തിയാകണം. ഇതിനുശേഷമാകും ഭൂമി ഏറ്റെടുക്കാനുള്ള നോട്ടിഫിക്കേഷൻ ഇറങ്ങുക. വിഭാവനം ചെയ്യുന്നത് 20 മീറ്റർ വീതിയുള്ള പാതയാണ്. 192 കിലോമീറ്റർ ദൈർഘ്യം വരുന്നതാണ് DMRCയുടെ DPR പ്രകാരമുള്ള നഞ്ചൻകോട് നിലമ്പൂർ റെയിൽവേ പാത.